വേണോ? ആണെന്ന് പറഞ്ഞാൽ ഞാൻ തരാന്നില്ല. എന്ത് വിളിക്കണോ? അല്ലേ മകളെ പങ്ക, നീ അങ്കിളിന് ഒരു ഹെൽപ്പ് ചെയ്യൂ. ഹെൽപ്പാ? ഞാനാ ചെയ്യാ? നിനക്ക് അണ്ണൻ ഈ പോക്കറ്റ് മണിയൊക്കെ തരും. അപ്പം മകൾക്ക് അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിന്റെ കയ്യിൽ ഒരു 2000 രൂപ ഉണ്ടോ? 2000 റുപ്പീസ്. നിങ്ങക്ക് നാണമുണ്ടോ? ഒരു ഇച്ചിരിയെങ്കിലും നിങ്ങക്ക് നാണമുണ്ടോ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചോദിക്കാൻ? എന്റെ 2000 രൂപയെ എന്നെ വാങ്ങണ്ട. അങ്ങനെ പറയാം. എന്റെ 2000 രൂപയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പപ്സ് മിൽഷേക്ക് മേടിച്ച് കഴിച്ചേനെ. ഞാൻ കണ്ട മോട്ട വെള്ളമാണ് കുടിച്ചോണ്ടിരിക്കുന്നത് പപ്സിന് വരെ. ദുഷ്ടൻ. എന്റെ അച്ഛൻ നിങ്ങൾക്ക് അറിയാലോ, 6 പിശകനാണ്. ഇങ്ങോട്ട് വരാൻ സമയത്ത് എനിക്ക് 100 രൂപയാണ് തന്നത്. അതിൽ 25 രൂപ ആ ബസ്സിൽ എനിക്കായി. ബാക്കി 75 രൂപ എന്റെ ഉള്ളൂ. പാവ എന്റെ മിൽഷേക്കും പപ്സും അത് മേടിച്ചു കൊടുക്കാൻ എന്റെ കാശില്ല. പിന്നെ വാങ്ങിക്കാം. എന്തൊരു കുഴപ്പമില്ല. ഇനി എവിടെ എവിടെ എനിക്ക് മിൽഷേക്ക് മേടിച്ചോ? മിൽഷേക്ക് മേടിച്ചോ? വാങ്ങിച്ചേരാം മക്കളെ, വാങ്ങിച്ചേരാം. ഉടനെ വാങ്ങിച്ചേരാം. അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചു തന്നെ എനിക്കൊരു 50 രൂപ മേടിച്ചു. അല്ല, ഞാൻ നിന്റെ അടുത്ത് 2000 രൂപ ചോദിക്കാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് 2000 ഒന്നും വേണ്ട, 50 രൂപയല്ലേ ചോദിച്ചോളൂ. ഇങ്ങോട്ട് തരാം, ഉടനെ തരാം. 50 രൂപ തരാടി. എന്റെ മിൽഷേക്ക് അങ്ങനെ 50 രൂപ. ഹലോ, അതെ സാർ, പറയണം. സാറിന്റെ ബാങ്ക് മനസ്സിലായി. ലോൺ ഓക്കെ ആയോ? താങ്ക് യു സാർ. നീ അടുത്ത് എന്താ ചെയ്യണ്ടേ? എൻ്റെ ഹസ്ബൻഡാണ് സാർ. ആണോ? എപ്പോഴത്തേക്കാ വേണ്ടേ? ആണല്ലേ, ശരി സാർ, ഞാൻ എത്തിക്കാം. ഓക്കെ. ചേട്ടാ, നിന്റെ ഇൻഡു മാർക്കിൽ എല്ലാവരും ഒപ്പിടണേ. നോക്കിയിടണേ. എന്തോ ഇതേ, ഞാൻ ബാങ്കിൽ ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അതിന് ഗ്യാരണ്ടറി വേണമല്ലോ. എന്റെ ഗ്യാരണ്ടറി ചേട്ടനാണ്. ചേട്ടൻ്റെ ഒപ്പ് വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പൈസ എനിക്ക് തരും. ഗ്യാരണ്ടറി ഞാനാണ്. എന്റെ ഒപ്പ് വേണം. ഇത്രയും നോക്കാവൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ട് ഇട്. ഞാൻ ഒപ്പിട്ട അപ്പം കിട്ടും. എന്നാലേ ഒപ്പിടാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തോ ചേട്ടാ? ചേട്ടാ ഒപ്പിടി ചേട്ടാ. ഒപ്പിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു. എന്തിനിപ്പോ പൈസ? എന്തിനു? ഒരു വീടാകുമ്പോ എന്തെല്ലാം ആവശ്യമുണ്ട്. നമ്മൾ പണയം വെച്ച അവിടെ നിന്ന് നോട്ടീസ് വന്നേക്കണേ. എനിക്ക് സ്വർണ്ണം എടുക്കണ്ടേ? എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. കളിക്കാതെ ചേട്ടാ, ഈട് അങ്ങോട്ട്. അല്ല, ഞാൻ ഇന്നലെ ഒരു ആവശ്യം പറഞ്ഞപ്പോ നീ എന്തോന്ന് പറഞ്ഞ? എന്തോന്ന് ആവശ്യം? ഞാൻ പൈസ ചോദിച്ചല്ലോ ചേട്ടാ. ഞാൻ ഇന്നലെ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. എന്റെ 2000 പോയിട്ട് 100 രൂപ എടുക്കാനില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ ലോൺ അപ്ലൈ ചെയ്യണത്? വീട് ചേട്ടാ, കളിക്കാതെ പ്ലീസ്. ഓക്കെ, ഈ ലോൺ ആവുമ്പോ നിനക്കെത്ര എനിക്കെത്ര അതിന് വ്യക്തത വേണം. നിനക്കെത്ര എനിക്കെത്ര? ചേട്ടാ, ഇത് കച്ചവടമൊന്നുമല്ല. ഞാൻ ഒരു ആവശ്യത്തിന് എടുക്കണ ലോണാണ്. ഇത് തിരിച്ചടയ്ക്കണം നമ്മള്. അത് ശരി. ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ, ഒന്ന് ഈട് ചേട്ടാ. എനിക്ക് വയ്യ. ഞാൻ കാല് പിടിച്ച് ചോദിക്കല്ലോ ചേട്ടാ. ഈട് ചേട്ടാ. കാല് പിടിച്ചാലും തരൂല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ചേട്ടാ ചേട്ടാ പ്ലീസ്. വേണ്ട. ഞാൻ ചേട്ടന് ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. മട്ടൻ ബിരിയാണി? നീ ഉണ്ടാക്കാത്ത നന്നായി. ഞാൻ നിർത്തി. ഭയങ്കര ഫാറ്റാണ്. ചേട്ടൻ എന്താണ് ഇഷ്ടം അത് പറ, ഞാൻ ഉണ്ടാക്കാം. വേണ്ട പറഞ്ഞേട്ടാ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് ഈടായിട്ട് അങ്ങനെ ഒന്നും അങ്ങോട്ട് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഞാൻ ഗ്യാരണ്ടി ആയിട്ടുള്ള ലോൺ അങ്ങനെ നീ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ആവശ്യങ്ങൾ എല്ലാവർക്കും വരും വരും വരും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും കിട്ടും കിട്ടും. ലോണ് അങ്ങനെ സൂഹിക്കണ്ട കണ്ട കണ്ട. ചേട്ടാ മാമ ചായ. എന്തു മക്കളെ മുഖം ഒരുമാതിരി ഇരിക്കുന്നു? എന്റെ സ്വർണം മൊത്തം പോകുന്നാണ് തോന്നുന്നത്. അതെന്തു? ഈ രാമേന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒപ്പിടാൻ. ഒപ്പിട്ടാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. എന്ത് ചെയ്യും?
മാമ ഒന്ന് പറഞ്ഞു നോക്കുന്ന. ഞാൻ പറഞ്ഞു നോക്കുമായിരുന്നു. പക്ഷേ അവ ഇന്നലെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഒരു 2000 രൂപ ചോദിച്ചു. എന്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു. എൻ്റെ അടുത്തും ചോദിച്ചാ? എൻ്റെ അടുത്തും ചോദിച്ചു 2000 രൂപ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ എന്തിനാ പടം എൻ്റെ ജോലി ചോദിക്കുന്നു. വിരട്ടി വിട്ടപ്പം തന്നു. ഇപ്പൊ എൻ്റെ കൂടെ മിണ്ടൂല. എന്റെ മുഖത്തോലും നോക്കാതെ നടക്കുകയാണ്. ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കുന്നുണ്ടോ? മാമന് കൊടുത്തുവിടായിരുന്നു ആ പൈസ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, പൈസ ഒപ്പിട്ട് ചോദിച്ചു നോക്കണ്ട. ഞാൻ ചോദിച്ചിട്ട് ഇടുന്നില്ലെന്ന്. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് പൈസ വേണം. പിന്നെ ഞാൻ വന്ന് ഒപ്പിട്ടാ മതിയാ അവിടെ. കൊള്ളാം, മാമനാണ് ഗ്യാരണ്ടർ ആയിട്ട് നിക്കണത്. ആ മാത്രല്ല മാമൻ ഏജ് ഓവറാണോ നടക്കൂല. എന്ത് ചെയ്യാൻ? കാര്യം കാണാൻ കഴുതാക്കാലം പിടിക്കണമെന്നാണല്ലോ. ഞാൻ ഒന്നും കൂടെ പോയി കാല് പിടിച്ച് നോക്കാം. വേറെ എന്ത് ചെയ്യും? നോക്കൂ, ചിലപ്പോ കിട്ടും. നോക്കി നോക്ക്. എന്നാലാ രാമേണ്ട മനസ്സ് എന്തൊരു കല്ലാണ്. ഇത്ര ഞാൻ കാല് പിടിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഒപ്പിടാൻ സമ്മതിക്കണമല്ലോ. അത് തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് ഒപ്പിട്ടിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർ വിളിച്ചോണ്ടേ ഇരിക്കുവാണ്. അപ്പൊ തന്നെ ലോൺ പാസ്സാക്കി തരാന്ന് പറഞ്ഞാണ്. എനിക്കാണെങ്കിൽ ആ പണയത്തിന് നോട്ടീസും വന്നു കിടക്കുന്നു. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഐഡിയ ഒന്നും കൊണ്ട് അങ്ങേരത്ത് ചെല്ലണ്ട, നടക്കൂല. അയ്യേ, അങ്ങേരത്തെ ആര് ചെല്ലണ്? അങ്ങേരത്തല്ലേ ചെല്ലേണ്ടത്. നിങ്ങക്ക് ഒപ്പല്ലേ വേണ്ടത്? അതിന് അങ്ങേരത്തെ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അങ്ങേരുടെ ഒപ്പില്ലേ വേണ്ടത്? ഞാൻ ഇട്ടുതരാം. നീയാ? കോളേജിൽ ഞാൻ എത്ര ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയൂ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റ്? നിങ്ങളെ ഭർത്താവിന്റെ ഒപ്പല്ലേ ഞാൻ ഇടണേ? നിങ്ങളെ ഭർത്താവ് കൊണ്ടുപോയി കേസ് കൊടുക്കൂ? ഇല്ലല്ല. പിന്നെ എന്ത് പ്രശ്നം? അത് കൊള്ളാടി. നൈസ് ഐഡിയ അല്ലേ? അപ്പൊ ഇടുവോ? ഞാൻ ഇടാം. ഒപ്പ് വേണം. പക്ഷെ അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണിക്കാം. നോക്കട്ടെ. ഇതാണ് ഉപ്പ്. എടി നീ സൂക്ഷിച്ചിടണം കേട്ടോ. 1 അല്ല 16 എന്തോ ഇടണം. ഇതെന്തോന്ന് പേന തെളിയാത്തോണ്ട് കുത്തി വരച്ച് വെച്ചാണ്? ഇതാണ് അങ്ങേറെ ഒപ്പ്. അയ്യോ, ഇവരെ കാക്ക കിണ്ടി കണക്കിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ഇടൂ. കുറച്ച് ടാസ്ക് ആണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ വേറൊരു പേപ്പർ എടുത്തോണ്ട് വരാം. നീ അതില് എഴുതി പഠിച്ചിട്ട് ഇതിലോട്ട് ഇട്ടാ. എടുത്തോണ്ടോ. ഇത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ പിന്നെ കുറെ കുഞ്ഞു മലയൊക്കെ. നീ നോക്ക്, സൂം ചെയ്യും. നീ ഇന്നൊന്നും കാണിക്കണേ? കോൺസെൻട്രേഷൻ എത്തിക്കില്ലേ? അയ്യേ, ഫസ്റ്റ് തന്നെ തെറ്റി. ഇങ്ങനൊന്നും അല്ല. ഇങ്ങനെയാണ് താണ്ട്. അത് വളഞ്ഞ അതിന്റെ അകത്ത് കൂടെയാണ് പോണത്. ഇങ്ങനെയല്ലേ? അല്ലേ, ഇത് വളഞ്ഞ് ഇതിന്റെ അകത്ത് കൂടെയല്ലേ പോകുന്നത്. മിണ്ടായിരിക്കും ഒന്ന്. കഷ്ടമായല്ലേ? നീയാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടെന്ന് പറയുന്നത്. ഡോക്ടറിന്റെ ഒപ്പം അവർക്ക് നേരത്തെ അറിഞ്ഞൂടല്ലോ. ഇവിടെ ആദ്യത്തെ കൊമ്പിന് നല്ല നീട്ടമാണ്. കഴിഞ്ഞ നോക്കട്ടെ. ഇതെന്തോ ഇവിടെ? ഇത് ചരട് ചുരുണ്ട് കിടക്കണ പോലെ ഇരിക്കണ. നടക്കൂല അപ്പച്ചി. നീ വെറുതെ മനുഷ്യനെ ആശിപ്പിച്ചിട്ട് ഞാൻ എന്തോ നീ. അതപ്പച്ചി, എൻ്റെ വേറൊരു ഐഡിയയും കൂടെ ഉണ്ട്. കൂട്ടെ പുഴുങ്ങി തിന്നു. അങ്ങനെയില്ല, അത് കേള്. എന്തോന്ന്? അതെ, രാമങ്കൾ എന്തുകൊണ്ടാ ഒപ്പിടാതെ? അത് ഇന്നലെ അങ്ങനെ എൻ്റെ അടുത്ത് 2000 രൂപ വെച്ച് അത് കൊടുക്കാത്തതുണ്ട്. അപ്പൊ ഈ 2000 രൂപ അങ്ങ് കൊടുക്കുക. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എടി 2000 രൂപ പോയിട്ട് 100 രൂപ എൻ്റെ എടുക്കായില്ല. അതിനാണ് ഞാൻ ഈ ലോൺ അപ്ലൈ ചെയ്ത് വെച്ചേക്കണത്. ലോൺ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ 2000 രൂപ കൊടുക്കാന്ന് പറ. 2000 അല്ല 3000 രൂപ കൊടുക്കാന്ന് പറ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് ആണ് ബാങ്കിൽ പറഞ്ഞു വെച്ചേക്കണേ. എനിക്ക് 3000 രൂപ അതിൽ നിന്ന് മാറ്റാൻ പറ്റൂല. മാറ്റണ്ട. പിന്നെ നിങ്ങൾ കൊടുക്കണ്ട. എടി നീ അല്ലേ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞാ മതി, മനസ്സിലായോ? 3000 രൂപ കൊടുക്കാം എന്ന് അങ്കിളുടെ അടുത്ത് പറയുന്നു, എന്നിട്ട് ഒപ്പിട്ട് മേടിക്കുന്നു, എന്നിട്ട് കൊടുക്കുന്നില്ല. ഇത് ഐഡിയ പിങ്കി, സൂപ്പർ, താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. എങ്കിൽ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞാലോ? കുറച്ച് അത്യാഗ്രഹമായി. ഇപ്പൊ 3000 രൂപ. 3000 മതി.